Hello friends, എല്ലാവർക്കും റൂട്ട് സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് വീഡിയോയിൽ ഒരു റോബോട്ട് എന്താണെന്നും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു റോബോട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്നും ആർഡുനോയെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ DIY ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റോബോട്ടിക്സും പ്രോജക്ട്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒത്തിരി പേർ ചോദിച്ചായിരുന്നു ആർഡിനോ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാമോ എന്ന്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആർഡിനോ പ്രോഗ്രാമിങ്ങിനെ പറ്റി നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പ്രോഗ്രാമിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട്, രണ്ട് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് സെൻസേഴ്സിനെ പോലെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസസും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോട്ടോഴ്സും LCD ഡിസ്പ്ലേയും പോലെ ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസുമാണ്. സാധാരണ നമ്മൾ സെൻസേഴ്സിൽ നിന്നും ഇൻപുട്ട് എടുത്ത് ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ പ്രോസസ്സിംഗ് സ്റ്റേജിലാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്ന ആർഡിനോ ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ആർഡിനോയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ബോർഡാണ്. ഇതിൻ്റെ പേര് ആർഡിനോ യൂനോ. നിങ്ങൾ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും. ഇനി ഈ ബോർഡ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇതിൻ്റെ 3 സൈഡിലായിട്ട് കുറേ കറുത്ത പ്ലാസ്റ്റിക് ഹോൾസ് കണ്ടില്ലേ? ഇതിനെ ഹെഡേഴ്സ് എന്ന് പറയുന്നു. ഈ കാണുന്ന ഹെഡേഴ്സിനെ ഈ ഒരു ബോർഡിലൂടെ ഈ ഒരു മൈക്രോ കൺട്രോളറിന്റെ GPIO പിൻസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. GPIO പിൻസ് എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. ഈ പിൻസ് ഉപയോഗിച്ച് നമുക്ക് സോൾഡറിംഗ് ഒന്നും ചെയ്യാതെ തന്നെ സെൻസേഴ്സ് പോലുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്തിരിക്കുന്ന സെൻസറിലുള്ള ഡേറ്റ എടുത്ത് മൈക്രോ കൺട്രോളറിന് കൊടുക്കാനും മൈക്രോ കൺട്രോളർ പ്രോസസ് ചെയ്ത ഡേറ്റ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കാനും ഈ GPIO പിൻ സഹായിക്കുന്നു. ഓരോ പിന്നിനും ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആർഡിനോ IDE എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഈ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ പോലെയാണ്. ഇവിടെയാണ് നമ്മൾ ആർഡിനോ ബോർഡിന് വേണ്ട കോഡ് ടൈപ്പ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും. ഈ കോഡിന് പറയുന്ന പേരാണ് ആർഡിനോ സ്കെച്ച്. ആർഡിനോ കോഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കോഡ് നമുക്ക് വേണമെങ്കിൽ C++ൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കാണാം. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന കോഡ് മെഷീനിന് വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ശരി, നമുക്കിനി കോഡിങ്ങിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ആർഡിനോയുടെ ഒരു ഫ്രീ ക്വിസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഡിങ് ഒരു എക്സാമ്പിൾ കാണിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പം. ഈ ഒരു കോഡ് നോക്കിയേ. ഒരു LED ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണിത്. നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുതാണ് ഈ കോഡ്? ഇനി ഈ കോഡൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഇതിനകത്ത് മെയിനായിട്ട് 2 ബ്ലോക്കാണുള്ളത്, വോയിഡ് സെറ്റപ്പ് ആൻഡ് വോയിഡ് ലൂപ്പ്. ആർഡിനോയുടെ എല്ലാ സ്കെച്ചിലും ഈ 2 ഫംഗ്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ആദ്യത്തെ ഫംഗ്ഷനാണ് വോയിഡ് സെറ്റപ്പ്. ഒരു ആർഡിനോ ബോർഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ കോഡായിരിക്കും ആദ്യം റൺ ആവുക. മാത്രമല്ല ഒരിക്കൽ മാത്രമേ റൺ ആവുകയും ചെയ്യത്തുള്ളൂ. ബോർഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം റണ്ണായി ലൂപ്പ് ഫംഗ്ഷനകത്തുള്ള മെയിനായിട്ടുള്ള കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിനെ പ്രിപ്പയർ ആക്കി വെക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ പ്രിപ്പറേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നു. നമ്മുടെ ഈ സിമ്പിൾ എക്സാമ്പിൾ ആകെപ്പാടെ ഒരൊറ്റ ലൈൻ കോഡ് മാത്രമേ ഉള്ളൂ വോയിഡ് സെറ്റപ്പിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഓരോ പിന്നിനും ഓരോ നമ്പർ ഉണ്ടെന്ന്? നമ്മളിവിടെ പിൻ നമ്പർ 2ലാണ് LED കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ LED എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? അതുകൊണ്ട് നമ്മൾ പിൻ 2നെ ഒരു ഔട്ട്പുട്ട് പിന്നായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഒരു എക്സാമ്പിളിന് ഇത് മതി. ഇനിയുള്ളത് ലൂപ്പ് ഫംഗ്ഷൻ. ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കോഡ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ എക്സിക്യൂഷൻ ബ്ലോക്ക് എന്ന് പറയുന്നു. ഇതിനകത്താണ് നമ്മൾ സെൻസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാനുള്ള കോഡും ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കാനുള്ള കോഡും കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഈ ഒരു ഫംഗ്ഷനകത്താണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4 ലൈനാണുള്ളത്. ഡിജിറ്റൽ റൈറ്റ് ടു ഹൈ, അതായത് നമ്മൾ നേരത്തെ ഔട്ട്പുട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത പിൻ നമ്പർ 2ൻ്റെ വാല്യൂ ഹൈ ആക്കുകയാണ്. അതായത് പിൻ 2ൻ്റെ വോൾട്ടേജ് 5 വോൾട്ട് ആക്കുകയാണ്. ഇപ്പോൾ LED ഓൺ ആണ്. ഈ LEDയെ 1 സെക്കൻഡ് ഓൺ ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് കോഡിൻ്റെ അടുത്ത ലൈൻ, അതായത് ഡിലേ 1000. ഈ 1000 എന്ന് പറയുന്നത് 1000 സെക്കൻഡ്സ് അല്ല കേട്ടോ, 1000 മില്ലി സെക്കൻഡ്സ് ആണ്. അതായത് 1 സെക്കൻഡ്
അപ്പോൾ പിൻ നമ്പർ 2 ഓൺ ആക്കി 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ലൈൻ ഡിജിറ്റൽ റൈറ്റ് ടു ലോ, അതായത് നമ്മൾ നേരത്തെ ഹൈ ആക്കിയതുപോലെ ആ ഒരു പിന്നെ നമ്മൾ ലോ ആക്കുകയാണ്. അതായത് പിൻ 2ലെ വോൾട്ടേജ് 0 ആക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? LED ഓഫ് ആവും. ഇനി അടുത്ത 4th ലൈൻ ഡിലേ 1000, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ലൂപ്പ് ഫംഗ്ഷനാണ്. അതായത് ഈ ലൂപ്പ് ഫംഗ്ഷനകത്തുള്ള കോഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. LED ഓൺ ആകുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ LED ഓഫ് ആകുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ സിമ്പിൾ ആർഡിനോ സ്കെച്ച്. ഇനി നിങ്ങൾ ബോർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക, കറക്റ്റ് പോർട്ട് സെലക്ട് ചെയ്യുക, ബോർഡ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് മെഷീൻ മനസ്സിലാവുന്ന ഭാഷയിലാക്കും. എന്നിട്ട് ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോർഡ് പവർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം സെറ്റപ്പ് ഫംഗ്ഷൻ റൺ ആവുകയും പിന്നെ ലൂപ്പ് ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് റൺ ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആർഡിനോയെ പറ്റിയും അതിൻ്റെ പ്രോഗ്രാമിങ്ങിനെ പറ്റിയും ഒരു ബേസിക് ഐഡിയ കിട്ടി കാണുമല്ലോ. നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ആർഡിനോ പ്രോഗ്രാമിംഗ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. അടിപൊളി DIY പ്രോജക്ട്സുകളും രസകരമായ റോബോട്ടിക്സ് പ്രോജക്റ്റുകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.